എല്ലാവരുടെ കയ്യിലും ഇതുപോലത്തെ ചോപ്പർ ഉണ്ടാവുമല്ലേ? ഇതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ചോപ്പർ മിക്സിയുടെ കൂടെയുള്ള ചോപ്പറോ അല്ലെങ്കിൽ സെപ്പറേറ്റ് വാങ്ങുന്ന ചോപ്പറോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് കുറച്ച് കട്ടിയുള്ള വെജിറ്റബിൾസ് ആണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, ബീൻസ് അങ്ങനെയുള്ള സംഭവങ്ങൾ. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മെയിനായിട്ട് സവോള ബിരിയാണിക്ക് വേണ്ടി സ്ലൈസ് ചെയ്യില്ലേ? അതിനാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് വന്നപ്പോൾ വിചാരിച്ചു എൻ്റെ കയ്യിൽ വേറൊരു സംഭവം ഇരിപ്പുണ്ട്, ചീര കേട്ടോ. അപ്പോൾ ഇതിന് ഞാനങ്ങ് ബോക്സിലാക്കി ഫ്രിഡ്ജിലോട്ട് വെക്കാമെന്ന് കരുതി. ചീര കുറേ ദിവസമായിട്ട് ഇരിക്കുകയാണ്. ഇങ്ങനെ മടിച്ച് നമുക്ക് ആ കൈ കൊണ്ട് അരിഞ്ഞെടുക്കാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഓർത്തതേ എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ചോപ്പറിലിട്ടൊന്ന് ചെയ്ത് നോക്ക്, സംഭവം നമുക്ക് നല്ല സൂപ്പറായി കിട്ടും, കൊഴിഞ്ഞൊന്നും പോവാതെ നല്ലതായിട്ട് തന്നെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനതൊന്ന് ചെയ്ത് നോക്കിയാണ്. ആദ്യം തണ്ടിനൊന്ന് ഞാൻ സെപ്പറേറ്റ് ആക്കി അരിഞ്ഞെടുത്തു. ഒരുപാടല്ല, 1 ഇഞ്ച് ഒരു 1.5 ഇഞ്ച് വലിപ്പത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിന് ഞാനൊന്ന് ഫസ്റ്റ് അതിനെ ഒന്ന് ചോപ്പ് ചെയ്യാൻ കരുതി. ഒരുമിച്ച് എല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയായില്ലെങ്കിലോ എന്ന് കരുതി. പക്ഷേ അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരുമിച്ചിട്ടാൽ മതി, ഒരു കുഴപ്പമില്ല, നല്ല സുന്ദരമായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ രണ്ടായിട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ തണ്ടിങ്ങനെ ഇത്രയും നല്ല ഭംഗിക്ക് കിട്ടിയപ്പോൾ ഞാൻ എന്തായാലും ഇലയും കൂടെ ചെയ്ത് നോക്കാമെന്ന് കരുതി. ഇലയും രണ്ടായിട്ടങ്ങ് മുറിച്ചിട്ടാലും മതി എന്നാണ് എല്ലാവരും പറയുന്നത്. ഞാനതൊന്നും ചെയ്തില്ല. ഞാനൊരു 3-4 മുറിച്ചിട്ടു കേട്ടോ. ഇനി അഥവാ ഇനി ആകെ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോയാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോകും. പിന്നെ ആരും കഴിക്കില്ല കേട്ടോ. തോരൻ വെക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല തുറതുറായിരുന്നാലേ നമുക്ക് കഴിക്കാനൊക്കെ ഒരു ഇഷ്ടം തോന്നും. അപ്പോൾ ഞാൻ ഇലയുടെ അതുപോലെ ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ഇങ്ങനെ കൊടുത്തേ ഉള്ളൂ. അത് നല്ല ഭംഗിക്ക് വരുന്നു കേട്ടോ. ഇത്രയും സംഭവം ഈസിയാണെന്ന് അറിഞ്ഞില്ല. ഈ ചോപ്പറിൻ്റെ കയ്യിൽ ഒരു 3-4 വർഷമായിട്ട് എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ എല്ലാവരും പറയുന്നതാണ്, എന്നാലും അതങ്ങ് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്ത് നോക്കുമ്പോൾ നല്ല വൃത്തിക്ക് കിട്ടി കേട്ടോ. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു ഇനി തോരൻ വെക്കുമ്പോൾ എങ്ങനെയാണോ എന്നറിയില്ല, എന്നാലും എന്തായാലും അതൊന്ന് തോരൻ വെച്ചതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഒരു പ്രശ്നവുമില്ല, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്ത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സവോളയും കൂടെ അരിഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ സവോളയും കൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് ആ ഒരു തണ്ടിൻ്റെ കൂട്ടത്തിലിട്ടിട്ട് അതൊന്ന് എണ്ണ ഒഴിച്ചൊന്ന് വഴറ്റിയ ശേഷമാണ് ഞാൻ ബാക്കി ഇല ഇട്ട് കൊടുക്കുക. ഇലയ്ക്ക് അധികം വേവില്ലല്ലോ. അങ്ങനെ പെട്ടെന്ന് അതൊന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റി. ഇത്രയും ഈസി ആയിട്ട് ഈ ഒരു സംഭവം വെച്ചിട്ട് ഇത്രയും നാൾ ഞാൻ ചെയ്യാതിരുന്നത് മണ്ടത്തരായിപ്പോയെന്ന് തോന്നി. കാരണം എൻ്റെ മോനും മോളും ഒക്കെ ആകെ കഴിക്കുന്നത് ഈ ഒരു ലീഫ് വെജിറ്റബിൾ ആണ്. അവർക്ക് മറ്റുള്ള വെജിറ്റബിൾസിനെക്കാളും ഇതാണ് ഇച്ചിരി ഇഷ്ടത്തോടു കൂടി കഴിക്കുന്നത്. അപ്പോൾ മിക്ക ദിവസവും വാങ്ങാറുണ്ട്. വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാലും ജസ്റ്റ് ഒന്ന് മടിച്ച് നിൽക്കും കേട്ടോ. ഇത് കട്ട് ചെയ്തെടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇന്നെങ്കിലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയത് നന്നായിപ്പോയി കേട്ടോ. എന്തായാലും ഇത്രയും പെട്ടെന്ന് എനിക്ക് ചീര ഒന്ന് അരിഞ്ഞെടുക്കാനും അത് പിന്നെ നമുക്ക് വേവിക്കാൻ അധികം താമസമില്ലല്ലോ. ഇതൊന്ന് അരിഞ്ഞെടുക്കാനാണല്ലോ ബുദ്ധിമുട്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ചീര തോരന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് അരപ്പും കൂടെ ഇട്ട് കൊടുത്തപ്പോൾ നല്ല സൂപ്പറായിട്ട് നല്ല തൊറാന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കൈകൊണ്ട് അരിയുന്ന അതേ ഒരു ലെവലിൽ തന്നെ ചോപ്പറിൽ ഇട്ടു എന്ന് വെച്ചിട്ട് അത് കുഴഞ്ഞു പോയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ മറ്റുള്ള ചോപ്പറിൽ അരിയുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ ഈ എൻ്റെ ഒരു സംഭവം ഈ ഒരു മിക്സിയുടെ കൂടെ ഉള്ളതാണ്. അതിൻ്റെ കൂട്ടത്തിൽ കിട്ടിയ ആ ഒരു ചോപ്പറിൽ ചെയ്തപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും മടി കൂടാതെ ചീര ധൈര്യമായിട്ട് വാങ്ങിക്കുകയും ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് തോരൻ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ. ചില ദിവസങ്ങളിൽ വാങ്ങിച്ച് ഇതുപോലെ മടിച്ച് ഫ്രിഡ്ജിലിരുന്നിട്ട് കേടായി എടുത്ത് കളഞ്ഞ ദിവസം പോലും ഉണ്ട് കേട്ടോ. അത് അത്രയ്ക്കൊരു വല്ലാത്തൊരു സംഭവമാണ് ഇരുന്ന് അരിഞ്ഞെടുക്കുന്നത്.